തെരുവുനായയുടെ കടിയേറ്റ പശുക്കിടാവിന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മാത്രയിലാണ് സംഭവം. ഇതോടെ മൃഗസംരക്ഷണ വകുപ്പ് പ്രതിരോധ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മുന്നത്തെ തിങ്കളാഴ്ച, അന്നേക്ക് 15ാമത്തെ ദിവസമാണ്. തിങ്കളാഴ്ച ഉച്ച സമയത്ത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പശുക്കുട്ടീൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്ന് നോക്കുമ്പോൾ ഒരു നായുണ്ട് ആലയിലേക്ക്. ഇത്രയും മന്ദവസാക്കി വല വെയിൽ ആലയിലേക്ക് ഒരാൾക്ക് പോലും കയറാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മതയോടെ പോറ്റുന്നതാണ്. ആ സമയത്ത് നായനെ കണ്ട് നായയ്ക്ക് ഒരു അടിയും കൊടുത്തു. നായ പോയി കഴിഞ്ഞാലാണ് പശുക്കുട്ടീൻ്റെ മുഖത്ത് ചെറുങ്ങനെ രക്തം പൊടിഞ്ഞു വരുന്നത് കണ്ടത്. അന്ന് തൊട്ടിട്ട് ഞങ്ങൾ പശുക്കുട്ടീനെ ആലയിൽ നിന്ന് അയച്ചില്ല, പശുവിനെ കറന്നില്ല, പാലെടുത്തില്ല. രണ്ടാളി ഇവിടെ ഇട്ടിട്ട് തീറ്റ കൊടുക്കും, പുല്ലും വെള്ളവും കൊടുക്കാമെന്നല്ലാണ്ട് പാല് ഞങ്ങൾ കറന്നെടുത്തില്ല. ഇപ്പം ഇന്നലെയാണ് ഇന്നലെ രാവിലെ ഏകദേശം ഒരു 5 മണി സമയത്ത് ഈ പശുക്കുട്ടി ഇങ്ങനെ കരയണത് കണ്ടപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ വായിൽ നിന്നുണ്ട് നൊര മാതിരി ഇങ്ങനെ വരുന്നത്. കരച്ചിലാണ്, സാധാരണ കരയണ സൗണ്ടും അല്ല, വേറെ ഒരു സൗണ്ടുമാണ്. അപ്പോൾ മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് കമ്പൗണ്ടർ വന്ന് നോക്കി. അവർ പ്രാഥമിക ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് തന്നെയാവാനാ സാധ്യത, പശുവായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വാക്സിനേഷൻ ചെയ്യണം, ഇത് ആലയിൽ തന്നെ നിന്നോട്ടെ, നിങ്ങൾ ക്വാറൻറ്റൈനിൽ നിൽക്കണ മാതിരി അതിനെ ക്വാറൻറ്റൈനിൽ നിർത്തണ മാതിരി കെട്ടിയിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തൊട്ട് ഈ നായ കടിച്ച അന്ന് തൊട്ടിട്ട് ഞങ്ങൾ അയച്ചില്ല, പശുവിനെ കറന്നില്ല, പാലാരും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ അനിയൻ മാത്രമാണ് പശുവിനെ ഒന്ന് അയച്ച് കെട്ടലും അതേമാതിരി തിരിച്ചു കൊണ്ടുവരലൊക്കെ അനിയൻ മാത്രമാണ്. അവൻ ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കണ് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെയും താലോലിച്ച് വളർത്തുന്ന കാസർഗോഡൻ കുള്ളൻ എന്ന് പറഞ്ഞ പശുവാണ്. നാടൻ പശുവല്ല, വളരെ ചെറുപ്പമാണ്, നായ്ക്കൊക്കെ ആക്രമിക്കുക നല്ല സുഖമാണ്. ഇവിടെയാണ് തെരുവ് നായ്ക്കൾ 100 കണക്കിനാണ്. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു 3-4 ആളെ ഒരു നായ കടിച്ചിട്ട് നാട്ടുകാരെ അടിച്ച് കൊന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിന്. അതുകൊണ്ടാണ് ഞങ്ങൾ അത്ര കണിശമായിട്ടും പാലെടുക്കാഞ്ഞതും അതിൻ്റെ അടുത്തേക്ക് ആരും പോകാഞ്ഞത്. ഇപ്പം അതിനോടനുബന്ധിച്ച് അനിയൻ മാത്രമേ ഇത് സംരക്ഷിച്ചിട്ടുള്ളൂ. അവനോട് വാക്സിനേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ മെഡിക്കൽ കോളേജിൽ പോവുകയും ചെയ്തിരിക്കുന്നത്.